ഏപ്രിൽ മാസമായി കഴിഞ്ഞാൽ ഇവിടെ മാമ്പഴക്കാലമാണ്. ചെറിയ ചെറിയ മാമ്പഴ മരങ്ങളാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. മനോഹരമായിട്ടുള്ള ഒരു ദാബയും കാണാം. ഈ ദാബയെ വ്യത്യസ്തമാക്കുന്നത് ഈ മരത്തണലുകൾ തന്നെയാണ്. ഇതിന്റെ ചുവട്ടിലായിട്ട് ഇരിക്കാനായിട്ടുള്ള അറേഞ്ച്മെന്റ് ഒക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. നൈറ്റിലാണ് ഇത് പ്രവർത്തിക്കാറ് എന്നാണ് തോന്നുന്നത്. കാരണം ഇപ്പോൾ ഒരു സംഭവങ്ങളും ഇവിടെ കാണാൻ സാധിക്കുന്നില്ല. ചെറിയ ചെറിയ ഹട്ടുകളൊക്കെ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ടേബിളുകളൊക്കെ തന്നെ മേലക്ക് മേലെ അട്ടി വെച്ചതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. വൃത്തിയുള്ള സാഹചര്യമാണ് നമുക്കിവിടെ നോക്കി കാണാൻ സാധിക്കുന്നത്. കൊള്ളാം. മാർച്ച് മാസമാണ് മാമ്പഴ സീസൺ എന്നും വിവിധ മാമ്പഴങ്ങൾ ഈ ഒരു ഏരിയയിൽ ലഭിക്കുമെന്നുമെല്ലാമാണ് നമുക്കറിയാൻ സാധിച്ചത്. മദനപ്പള്ളിയിൽ നിന്നും ചിറ്റൂർ എന്ന് പറയുന്ന പ്രദേശത്തേക്ക് പോകുമ്പോൾ കിട്ടുന്ന കാഴ്ചകളാണ് ഈ കാണുന്നത്. പളമനീർ എന്ന് പറയുന്ന പ്രദേശത്തായിട്ടാണ് നമ്മളിപ്പോൾ ഉള്ളത്. പളമനീർ എന്ന് പറയുന്ന ഈ ഒരു പ്രദേശം തക്കാളിക്ക് പേര് കേട്ടൊരു പ്രദേശമാണ്. തക്കാളി മാർക്കറ്റ് ഉണ്ട് ഇവിടെ. ആന്ധ്രാപ്രദേശിലെ ചിറ്റൂർ ഡിസ്ട്രിക്റ്റിലാണ് ഈ ഒരു പ്രദേശം വരുന്നത്. തക്കാളി മാർക്കറ്റിൽ സീസണായി കഴിഞ്ഞാൽ 100 ടണ്ണോളം തക്കാളി ഇവിടെ നിന്ന് കയറ്റി പോകാറുണ്ടെന്നും ഔട്ട് ഓഫ് സീസണിൽ ഏകദേശം 35 ടണ്ണോളം തക്കാളിയും ഇവിടെ നിന്ന് കയറ്റി പോകാറുണ്ട് എന്നുള്ളതുമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. നേരെ മുന്നിലേക്ക് നോക്കുമ്പോൾ അവിടങ്ങളിലൊക്കെ തന്നെ ഇത് തന്നെയാണ് അവസ്ഥ. മാമ്പഴത്തോട്ടങ്ങളൊക്കെ തന്നെ ഇങ്ങനെ കാണാൻ സാധിക്കുന്നുണ്ട്. മാമ്പഴത്തോട്ടം എന്ന് വിശേഷിപ്പിക്കാൻ കഴിയില്ല. ഇവിടുത്തുകാർ ഇതിനെ എന്തുമാത്രമാണ് പരിചരിക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ലാഭയും കൂടി ആകുമ്പോൾ വളരെയധികം രസകരമായിട്ടുണ്ട്. മദനപ്പള്ളി എന്ന് പറയുന്ന പ്രദേശത്ത് നിന്നും ചിറ്റൂർ എന്ന് പറയുന്ന പ്രദേശത്തേക്ക് വരുന്ന NH ആണ് ഈ കാണുന്നത്. പളമനീർ എന്ന് പറയുന്ന പ്രദേശവും ചിറ്റൂരിലേക്ക് പോകുമ്പോൾ കിട്ടുന്ന ഒരു 20 കിലോമീറ്റർ ദൂരവും ഈ ഒരു മാമ്പഴ സീസണും മാമ്പഴവുമായി ബന്ധപ്പെട്ട് അറിയപ്പെടുന്ന സ്ഥലമാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. മുന്നിലേക്ക് പോയപ്പോൾ അതുപോലൊരു ചെറിയ ചായക്കട കാണാൻ സാധിച്ചു. 9 മണി ആയതുകൊണ്ട് തന്നെ ഇനി ചായ കുടിച്ചിട്ടാകാം നമ്മുടെ യാത്ര. മാലിക്കിനെ അവിടെ ഇങ്ങനെ പാർക്കിംഗ് ചെയ്ത് വെച്ചിട്ടുണ്ട്. തണലുകളുള്ള ഒരു ഏരിയ ആയിട്ടാണ് ഇതിനെ മനസ്സിലാക്കാൻ സാധിച്ചത്. മാർബിൾ കൊണ്ട് ഇങ്ങനെ ഒരു ടേബിൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. രസകരമായിട്ടുണ്ട് കാണാൻ. നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത് തക്കാളി മാർക്കറ്റിലേക്കാണ്. പളമനീർ എന്ന് പറയുന്ന പ്രദേശത്തായിട്ടാണ് ഈ തക്കാളി മാർക്കറ്റ് വരുന്നത്. ഏകദേശം 50 വർഷത്തോളം പഴക്കം ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചത്. പഴയ തക്കാളി മാർക്കറ്റിൽ നിന്നും ഈ ഒരു ഏരിയയിലേക്ക് മാറ്റിയിട്ട് ഏകദേശം 40 വർഷത്തിലേറെ ആയിട്ടുണ്ടാകും എന്നുള്ളതുമാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇതാണ് തക്കാളി മാർക്കറ്റിന്റെ ഗേറ്റ്. 2 സൈഡിലും 2 സ്തൂപങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട്. ഇതിൽ നിന്നും പാലക്കാട്ടിലേക്കും പിന്നെ തമിഴ്നാടിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്കും തക്കാളി കൊണ്ടുപോകാറുണ്ട് എന്നെല്ലാമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏഷ്യയിലെ ഏറ്റവും വലിയ തക്കാളി മാർക്കറ്റാണ് മദനപ്പള്ളി തക്കാളി മാർക്കറ്റ് എന്നുള്ളതും അത് കഴിഞ്ഞാൽ ഈ കാണുന്ന മാർക്കറ്റാണ് എന്നുള്ളതുമാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. രണ്ടും തന്നെ ഗവൺമെൻറ് നടത്തുന്നതാണ്. കർഷകർ നേരിട്ട് ഇവിടെ കൊണ്ടുവന്ന് സാധനങ്ങൾ ഏൽപ്പിക്കും. പിന്നീട് കമ്മീഷൻ വ്യവസ്ഥയിലാണ് ഇവർ തക്കാളി വിറ്റ് നൽകുന്നത്. പഴമയിലുള്ള ഒരുപാട് കെട്ടിടങ്ങൾ നമുക്ക് കാണാം. പല ലോറികളും വന്ന് വെയിറ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കരിങ്കല്ലിലാണ് ഈ കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത്. മുന്നിലേക്ക് നോക്കുമ്പോൾ കുറേ ആളുകൾ ഇങ്ങനെ പാക്കിംഗ് ജോലിയിലൊക്കെ ഏർപ്പെട്ടതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അവിടെ ലോറികളിൽ ബോക്സുകൾ കയറ്റുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഏരിയയിലൊക്കെ ആയിട്ട് വിവിധതരം വാഹനങ്ങൾ നിർത്തിയിട്ടിട്ടുണ്ട്. ഒരുപാട് തക്കാളികളാണ് വന്നിട്ടുള്ളത്. ഇവിടെ വരുന്ന തക്കാളി പിന്നീട് 3 തരം ഇനങ്ങളാക്കി മാറ്റിത്തിരിക്കുന്ന കാഴ്ചയും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ചെറുത്, വലുത്, മീഡിയം. എന്നാലും അടിപൊളി മാർക്കറ്റ്. അവിടെ ഇങ്ങനെ ബോക്സ് അട്ടിടുന്ന ആളുകളെ കാണാൻ സാധിക്കുന്നുണ്ട്. പഴമയിലുള്ള ഒരുപാട് കെട്ടിടങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട്. തക്കാളികളൊക്കെ തന്നെ ഇങ്ങനെ പാക്കിംഗ് ചെയ്ത് വെച്ചത് കാണാൻ വേറെ തന്നെ രസകരമാണ്. മേലിലേക്ക് നോക്കിയപ്പോൾ അലുമിനിയം തീർത്തൊരു മേൽക്കൂരയാണ് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു ഏരിയ ഏതോ വലിയൊരു ഏജന്റിന്റെയാണ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അവിടങ്ങളിലൊക്കെ തന്നെ ഒരുപാട് ബോക്സിൽ പാക്കിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിലാളികളെയൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. ചുറ്റുപാട് നോക്കുമ്പോൾ ഇതുപോലത്തെ ചെറുകിട ഏജന്റുമാരുടെ റൂമുകളൊക്കെ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. ഫ്രണ്ടിലേക്ക് ഇങ്ങനെ ഷീറ്റ് ഇറക്കിയിട്ടതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നോക്കിയാലും ബോക്സുകൾ അട്ടിയിട്ടതും കാണാൻ സാധിക്കുന്നുണ്ട്. വാഹനങ്ങളൊക്കെ തന്നെ ഇങ്ങനെ വെയിറ്റിംഗിൽ നിൽക്കുന്നതും കാണാൻ സാധിക്കുന്നുണ്ട്. എല്ലാ റൂമിലും ഇതുപോലെ തക്കാളി വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. അതങ്ങനെ സ്പീഡിൽ പാക്കിംഗ് ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. വൈകുന്നേരം ആകുമ്പോഴത്തേക്കും വരുന്ന തക്കാളികളെല്ലാം തന്നെ ഇങ്ങനെ പാക്കിംഗ് ചെയ്ത് കയറ്റിവിടാനുള്ളതായിരിക്കാം എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഈ സാധനങ്ങളാണ് പിന്നീട് നാളെ വലിയ മാർക്കറ്റിലേക്കും വലിയ വലിയ കടയിലേക്കും എത്തുന്നത്. മിനിമം ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് കർഷകരിൽ നിന്നും നമുക്ക് സാധനങ്ങൾ കിട്ടുന്നത്. അത് 2-3 ദിവസം ആകാം എന്നുള്ളതും ഒരു പ്രത്യേകതയാണ്. 10 മണിയല്ലേ ആയിട്ടുള്ളൂ. ഈ കടകളിൽ നിന്നും സാധനങ്ങൾ എത്തിയിട്ടില്ല. ഇവിടുത്തെ വണ്ടികളൊക്കെ തന്നെ വിവിധതരം തോട്ടങ്ങളിലായിരിക്കാം. അവിടെ വിളവെടുത്ത സാധനങ്ങൾ ഏകദേശം ഉച്ചയോട് കൂടിയിട്ട് മാർക്കറ്റിൽ എത്തും. പിന്നീടാണ് ഇവിടെ നിന്നും കയറ്റി വിടുന്നത് എന്നുള്ളതും ഒരു പ്രത്യേകതയാണ്. എന്തായാലും കൊള്ളാം. പഴമയിലുള്ള ഒരുപാട് ബിൽഡിങ്ങുകളൊക്കെ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. കരിങ്കല്ലിനാലാണ് നിർമ്മിച്ചതായിട്ട് കാണാൻ സാധിക്കുന്നത്. പുതിയ ബിൽഡിങ്ങുകളും ഒരുപാട് വന്നിട്ടുണ്ട്. മഴക്കാലമായി കഴിഞ്ഞാൽ ഈ മാർക്കറ്റിൽ മാമ്പഴവും കിട്ടും എന്നുള്ളതും ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചതാണ്. ആ കാണുന്ന ഏരിയയിൽ ഫ്രൂട്ട്സുകൾ വിൽക്കുന്ന കടകൾ കാണാൻ സാധിക്കുന്നുണ്ട്. അവിടെയും ഒരുപാട് ഷെഡുകൾ കാണാൻ സാധിക്കുന്നുണ്ട്. ഇതിപ്പോൾ ഔട്ട് ഓഫ് സീസൺ ആയതുകൊണ്ട് തന്നെ പല കടകളും അടച്ചിട്ടിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇതിന്റെ ഏകദേശം ഒരു മൂലക്കിലാണ് ഈ കടകളൊക്കെ തന്നെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ പലവ്യഞ്ജന സാധനങ്ങളായിട്ടുള്ള കേടുവരാത്ത മല്ലി, മുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് ഈ കടകളിൽ കാണാൻ സാധിക്കുന്നത്. കൂടുതലും പുളിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന പ്രദേശമാണ് ചിറ്റൂർ. ചിറ്റൂർ എന്ന് പറയുന്നത് ആന്ധ്രാപ്രദേശിലെ ഒരു ഡിസ്ട്രിക്റ്റാണ്. നമ്മുടെ നാട്ടിലെ ചിറ്റൂരിനെ പറ്റിയും ഇവിടുത്തെ ആളുകൾ പറയുന്നത് കേൾക്കാം. എങ്ങനെ നോക്കിയാലും ഒരു 45 വർഷം പഴക്കമുണ്ടാകും എന്നുള്ളതാണ് അഭിപ്രായപ്പെടുന്നത്. ഇവർക്ക് കറക്റ്റായിട്ട് അറിയില്ല.
എങ്കിലും അതിൻ്റെ ആ ഒരു കിടപ്പുവശം നോക്കുമ്പോൾ അങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കരിങ്കല്ലിനാലാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഡോറുകളൊക്കെ തന്നെയാണ് ഹൈലൈറ്റ്. ആ കാണുന്ന ഇരുമ്പ് ഫില്ലറുകളൊക്കെ തന്നെ ആ ഒരു ക്വാളിറ്റി നിലനിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. പഴമയിലുള്ള കെട്ടിടങ്ങളും ഈ ഒരു മാർക്കറ്റിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഗവൺമെന്റ് ആണ് ഇത് നടത്തിക്കൊണ്ടു പോകുന്നത്. പല ഏജന്റുമാരും ഇവിടെ കമ്മീഷൻ വ്യവസ്ഥയിൽ കർഷകരിൽ നിന്ന് ഡയറക്റ്റ് മേടിച്ച് മറിച്ചു കൊടുക്കുന്ന പരിപാടിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ശരിയാക്കി തരാം എന്നുള്ള ആ ഒരു ഓർമ്മയാണ് എനിക്ക് വരുന്നത്. എന്തായാലും കൊള്ളാം. എന്തിനാണ് ഇതിങ്ങനെ കേടുവരുത്തുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കാതെ പോയത്. ചിലപ്പോൾ അപ്ഡേഷൻ ആയിട്ടുള്ള ഒരുപാട് മെഷീനുകൾ വന്നതുകൊണ്ട് അപ്പൂപ്പൻ ഇങ്ങനെ തുരുമ്പെടുത്ത് പോയതാകാം എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത്. ഓരോ ഭാഗങ്ങളിലേക്ക് നോക്കുമ്പോഴും അതിൻ്റെ ആ ഒരു ക്വാളിറ്റി ഉണ്ടല്ലോ, അത് വേർതിരിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇതിൻ്റെ ആ ഒരു ലോക്കിംഗ് സിസ്റ്റം ഒക്കെ തന്നെ വളരെയധികം രസകരമായിട്ടുണ്ട്. ഈ ടാങ്കാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത്. ഇതിൽ മൊത്തം വെള്ളം നിറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ വെള്ളം വന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചില്ല. ചിലപ്പോൾ അതിൻ്റെ ടയറിലേക്ക് ഒഴിച്ചു കൊടുത്തിരുന്ന ആ ഒരു വെള്ളം അതിലായിരിക്കാം നിറച്ചുകൊണ്ടിരുന്നത്. ഒരു ട്രാക്ടർ അതിൻ്റെ മേലിലൂടെ ഇങ്ങനെ വരുന്നുണ്ട്. പിന്നീടാണ് മനസ്സിലാക്കാൻ സാധിച്ചത് അത് ഉടച്ചെടുക്കുകയാണ് എന്നുള്ളത്. അതിങ്ങനെ ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. സ്ത്രീകളൊക്കെ തന്നെ പുല്ല് കൊണ്ടുവന്ന് ബാക്കിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നീട് ആ ട്രാക്ടർ വന്ന ഏരിയയിൽ പുറത്തേക്ക് പോകുന്ന പുല്ലുകളൊക്കെ തന്നെ അവരിങ്ങനെ ഉള്ളിലേക്ക് തന്നെ തട്ടി കൊടുക്കുന്നുണ്ട്. എന്തായാലും കർഷകരുടെ ആ ഒരു കഷ്ടപ്പാടാണ് ഞാനിങ്ങനെ ആലോചിച്ചു പോയത്. 2 ചെറിയ കുട്ടികളെയും കാണാം. അവർ ചിലപ്പോൾ സഹായിക്കാൻ വേണ്ടിയിട്ട് വന്നതായിരിക്കാം. ആന്ധ്രാപ്രദേശിലെ വിവിധതരം ഏരിയയിൽ കാണുന്ന ഒരു കാഴ്ചയാണ് ഇതുപോലത്തെ കർഷക ജീവിതം. മനോഹരമായിട്ടുണ്ട്. ചുറ്റുപാടും നമ്മൾ നോക്കുമ്പോൾ ഒരുപാട് കെട്ടിടങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ കൂടി ഇതുപോലത്തെ നിഷ്കളങ്കരായിട്ടുള്ള ഒരുപാട് ആളുകളെയും നമുക്ക് കാണാം. ഇങ്ങനെ ജീവിക്കുന്ന ഒരുപാട് ആളുകളെയും കാണാം. ഇവരിങ്ങനെ പണിയെടുക്കുന്നത് കൊണ്ടായിരിക്കാം നമ്മളവിടെയൊക്കെ ഭക്ഷണം കഴിക്കുന്നത് എന്നും ചിലപ്പോഴൊക്കെ എനിക്ക് തോന്നിപ്പോയിട്ടുണ്ട്. കുട്ടികളൊക്കെ തന്നെ വളരെയധികം ഇഷ്ടത്തോട് കൂടിയിട്ടും തനിമയോട് കൂടിയിട്ടുമാണ് വർക്കിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ട്രാക്ടറിൻ്റെ ഫ്രണ്ടിലേക്കായിട്ട് പുല്ലുകളൊക്കെ തന്നെ വീണ്ടും വീണ്ടും തട്ടി കൊടുക്കുന്നുണ്ട്. ആന്ധ്രാപ്രദേശിൽ നിന്നുമാണ് നമ്മുടെ നാട്ടിലേക്ക് അരി വരുന്നത് എന്നും ഇവിടെ നിന്ന് മനസ്സിലാക്കിയതാണ്. ഏതായാലും പുല്ല് ഇതുപോലെ അമർന്ന് കിട്ടിയിട്ടുണ്ട്. ട്രാക്ടർ പോയിട്ടുണ്ട്. പണിക്കാരെ ഒന്നും കാണാനും സാധിക്കുന്നില്ല.